ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഹെബ്രായ ലേഖനം 9:14. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ശുശ്രൂഷിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിന്റെ അന്ധകരണത്തിലുള്ള നിർജീവ പ്രവൃത്തികളെ എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ഓരോരുത്തരെയും അന്ധകരണത്തിലുള്ള നിർജീവ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കും. ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ശുദ്ധീകരിക്കും, ശാപക്കെട്ടുകളെ ശുദ്ധീകരിക്കും, നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കും. ഈ ഒരു പുതിയ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം, പുതിയൊരു ഹൃദയം നൽകണമേ, ദൈവത്തിനാലയമാക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം, പുതിയൊരു ഹൃദയം നൽകണമേ, ദൈവത്തിനാലയമാക്കണമേ, ദൈവത്തിനാലയമാക്കണമേ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 9:14. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ശുശ്രൂഷിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിന്റെ അന്ധകരണത്തെ എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. വിശുദ്ധീകരിക്കുന്ന രക്തം, ശക്തീകരിക്കുന്ന രക്തം, പവിത്രീകരിക്കുന്ന രക്തം. നമ്മളെ ഈ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കും. സ്വർഗം തന്നിരിക്കുന്ന ഒരു സ്വർഗീയ ആയുധമാണ് യേശുവിൻ്റെ തിരുരക്തം. തിന്മയ്ക്കെതിരെ പടപൊരുതാൻ, സാത്താനെതിരെ ജയിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അനുദിനം ദൈവകൃപയിൽ ജീവിക്കുവാൻ യേശുവിൻ്റെ തിരുരക്തം നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തം എല്ലാ തരത്തിലുള്ള അന്ധകാര ശക്തികളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകും. യേശുവിൻ്റെ തിരുരക്തം നമ്മളെ കൂടുതൽ പരിപൂർണതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്വർഗം തന്നിരിക്കുന്ന ഒരു ആത്മീയ ആയുധമായതുകൊണ്ട് ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്തത്തിലായിരുന്നപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, പലവിധത്തിലുള്ള ദുരന്തങ്ങളിൽ, അടിമത്തങ്ങളിൽ കഴിഞ്ഞപ്പോൾ മോശയോട് ഇപ്രകാരം പറഞ്ഞു, ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ കട്ടിലപ്പടികളിലും മേൽപ്പടികളിലും തളിക്കണം. ഇന്ന് രാത്രി കർത്താവ് ഈജിപ്തിലൂടെ കടന്നു പോകുമ്പോൾ സംഹാരദൂതൻ ഇസ്രായേൽ ഭവനത്തെ കടന്നു ചെല്ലാതിരിക്കാൻ ഇപ്രകാരം രക്തമെടുത്ത് പ്രാർത്ഥിച്ചാൽ അവിടെ വലിയ വിടുതലിൻ്റെ അനുഭവം, നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെ അനുഭവം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ നാട്ടിലേക്ക്, സ്വർഗീയ ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാം, അവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ഇപ്രകാരം ദൈവമായ കർത്താവ് മോശയോട് അരുളി ചെയ്തപ്പോൾ ഇസ്രായേൽ ഭവനങ്ങൾ മുഴുവൻ സംരക്ഷിക്കപ്പെട്ടു. യേശുവിൻ്റെ തിരുരക്തം ഒരു സംരക്ഷണ കോട്ടയാണ്. സക്രിയയുടെ പുസ്തകം 9:8 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കുന്നു.
എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. യേശുവിൻ്റെ തിരുരക്തം സംരക്ഷണ കോട്ടയാണ്. ഒന്നും നമ്മുടെ ഭവനത്തെയോ നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥയോ ഉപദ്രവിക്കുകയില്ല. മോശയോട് ദൈവമായ കർത്താവ് ഈജിപ്തിലൂടെ ഇന്ന് രാത്രി കടന്നു പോകുമ്പോൾ സംഹാരദൂതൻ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫറവോ മുതൽ കാരാഗ്രഹവാസികൾ വരെ എല്ലാവരുടെയും ആദ്യജാതന്മാർ സംഹരിക്കപ്പെടും. തിരുരക്ത മുദ്രയില്ലാത്ത എല്ലാ ഭവനങ്ങളിൽ നിന്നും തൻ്റെ ഏകജാതൻ കന്നുകാലികളും ആടുമാടുകളും എല്ലാം ചത്തൊടുങ്ങി. ഈജിപ്തിൽ വലിയ മുറവിളിയുടെ ശബ്ദമുയർന്നു. അവിടെയെല്ലാം അസ്വസ്ഥതയുടെ ഭാരത്തിൻ്റെ നൊമ്പരങ്ങൾ കടന്നു വന്നു. എന്നാൽ ഇസ്രായേൽ ഭവനങ്ങളെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും സന്തോഷിച്ച് ആർത്ത് അട്ടഹസിച്ചു. അവരുടെ ഭവനത്തെ ദൈവമായ കർത്താവ് സംരക്ഷിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ദൈവം യേശുവിൻ്റെ തിരുരക്തമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഗ്നിക്കോട്ടയായി സംരക്ഷണ വലയമായി നിങ്ങളെ പൊതഞ്ഞ് സൂക്ഷിക്കും. ഒരിക്കലും സംഹാരദൂതൻ തിന്മയുടെ ശക്തികൾ നിങ്ങളുടെ ഭവനത്തെ ഒരിക്കലും ആക്രമിക്കുകയില്ല. പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, ആപത്ഘട്ടങ്ങളിൽ എല്ലാം തിരുരക്തം എടുത്ത് പ്രാർത്ഥിച്ചവർക്ക് വലിയ വിടുതലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഭവം അനുഭവിക്കാനായിട്ട് സാധിച്ചു. വെളിപാട് ഗ്രന്ഥം 12:11 പ്രകാരം എഴുതിയിരിക്കുന്നു, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. തിന്മയുടെ മേൽ വിജയം നേടാനുള്ള അത്ഭുതകരമായ രക്തം, യേശുവിൻ്റെ തിരുരക്തം വലിയ സംരക്ഷണ കോട്ടയാണ്. സക്രിയയുടെ പുസ്തകം 2:5 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഇപ്രകാരം യേശുവിൻ്റെ തിരുരക്തം വലിയ അഗ്നിക്കോട്ട നമുക്ക് ചുറ്റും വെച്ച് നമ്മളെ പല വിധത്തിലും സംരക്ഷിക്കും. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തോട്, മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു, കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭവനങ്ങളിലും സംരക്ഷണമുണ്ടെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ അനുദിനം നമ്മൾ അർപ്പിക്കുന്ന തിരുബലിയിൽ വലിയ സംരക്ഷണമാണ്. കാൽവരിയിലെ ബലി നിത്യമാണ്. ആ കാൽവരിയുടെ ആ ബലിയിൽ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ, വ്യക്തിപരമായ ജീവിതത്തെ, സമൂഹത്തെ ഒക്കെ യേശുവിൻ്റെ തിരുരക്തം വലിയ വിപത്തിൽ നിന്ന് സംരക്ഷിക്കും. ബലി അർപ്പിച്ചതിന് ശേഷം യേശുവിൻ്റെ തിരുരക്തവുമായി നമ്മൾ പോകുന്ന ഇടങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലണം. നമ്മൾ കൃഷിയിടങ്ങളിൽ പോകുമ്പോൾ അവിടെ യേശുവിൻ്റെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ വീട്ടിൽ വിവിധങ്ങളായ ജോലികൾ ചെയ്യുമ്പോൾ അവിടെ യേശുവിൻ്റെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഓഫീസിലായിരിക്കുമ്പോൾ, ശുശ്രൂഷയിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ തിരുരക്തം എല്ലാ തിന്മയുടെ മേൽ നമുക്ക് വിജയം നൽകും. യേശുവിൻ്റെ തിരുരക്തം നമുക്ക് സൗഖ്യം നൽകും. ഒരു വ്യവസ്ഥയുണ്ട്. തിരുബലിയിൽ നിന്ന് കടന്നു ചെല്ലുമ്പോൾ 24 മണിക്കൂറും ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ തിരുരക്തത്തിൽ നിന്ന്, ആ ശക്തിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അനുതാപത്തോടെ പ്രാർത്ഥിക്കണം. രമ്യതയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്രകാരം യേശുനാമത്തിൽ, അനുതാപത്തിൽ, രമ്യതയിൽ, വിശ്വാസത്തോടുകൂടെ നമ്മൾ യേശുവിൻ്റെ തിരുരക്തമെടുത്ത് എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ! ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ എല്ലാവരും അനുഭവിച്ചറിയണം. ഈ വലിയൊരു ശക്തി നമ്മൾ കാത്തിരുന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ആ കാര്യങ്ങളിൽ നിന്ന് യേശുവിൻ്റെ തിരുരക്തം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളുടെ നിറവ് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ നിമിഷങ്ങളിൽ ഞാൻ ഒരു സംഭവം ഓർത്തു പോകുകയാണ്.
യേശുവിൻ്റെ തിരുരക്തം എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബോൺ ക്യാൻസർ മൂലം കഷ്ടപ്പെട്ട ഒരു ത്രേസ്യാമ്മ എന്ന അമ്മച്ചിയുടെ ആ സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. യേശുവിൻ്റെ തിരുരക്തം നമ്മളെ സൗഖ്യപ്പെടുത്തുന്നതാണ്. ഈ അമ്മച്ചി ദിവസവും ബലിയർപ്പിച്ചതിന് ശേഷം ഈ ബോൺ ക്യാൻസറുള്ള ഈ അമ്മച്ചി ഇപ്രകാരം പ്രാർത്ഥിക്കും: ഈശോയുടെ തിരുരക്തം, കാൽവരിയിലെ യേശുവിൻ്റെ തിരുരക്തം, ബലിയിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം ശിരസ് മുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ നാഡീഞരമ്പുകളിലേക്കും രോഗാതുരമായ എല്ലാ സന്ധിബന്ധങ്ങളിലേക്കും മസിലുകളിലേക്കും ഒഴുകിയിറങ്ങി എന്നെ ഈ നിമിഷം സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശയ്യയുടെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനത്തിലും 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യത്തിലും ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അവിടുത്തെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യം ആക്കപ്പെട്ടിരിക്കുന്നു. അതെ, യേശുവിൻ്റെ ക്ഷതത്തിൽ നിന്ന് ഒഴുകിയ ആ തിരുരക്തം ഓരോ രോഗികളുടെ മേലും തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ത്രേസ്യാമ്മ ചേച്ചി ഇപ്രകാരം തളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ സൗഖ്യത്തിൻ്റെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഈ ത്രേസ്യാമ്മ ചേച്ചി ലക്ഷോർ ആശുപത്രിയിൽ ക്യാൻസർ രോഗബാധിതയായി ബോൺ മാരോ ടെസ്റ്റ് നടത്തിയപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടു. ഇപ്രകാരം തിരുരക്തമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ ത്രേസ്യാമ്മ ചേച്ചിയുടെ എല്ലാ നാഡീഞരമ്പുകളിലേക്കും അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ നിറവ് അനുഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഒരിക്കൽ കൂടെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തപ്പോൾ 8% ക്യാൻസറിൻ്റെ ലക്ഷണം കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. ഒരു കീമോ എടുക്കണമെന്ന് പറഞ്ഞ നിമിഷങ്ങളിൽ ഈ വ്യക്തി അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് വിശ്വാസപൂർവം വചനം കേട്ട് തിരുരക്തത്തിൽ തങ്ങളെ തന്നെ കുളിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഈ ത്രേസ്യാമ്മ അമ്മച്ചി ധ്യാനം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ ചെന്ന് ആശുപത്രിയിൽ ചെന്നപ്പോൾ ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഹീമ പറഞ്ഞിരുന്ന ഈ വ്യക്തിയിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അവർ അത്ഭുതപ്പെട്ടു. ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ല. വീണ്ടും ടെസ്റ്റുകൾ. വൈദ്യശാസ്ത്രം പറയുന്നത് മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ചാലേ സൗഖ്യമുണ്ടാവുകയുള്ളൂ, കീമോ എടുക്കണം. എന്നാൽ ഈ വ്യക്തിയെ ദൈവത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ തിരുരക്തത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും ഈ വ്യക്തിയിൽ അനുഭവപ്പെട്ടില്ല. പൂർണ്ണമായ സൗഖ്യത്തിൽ ഈ 2 മാസത്തിൽ ബോൺ ക്യാൻസർ പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ഈ അമ്മച്ചി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് സാക്ഷ്യം പറഞ്ഞ് വീട്ടിലിരിക്കുന്നു. യാതൊരു മരുന്നും ഇന്ന് കഴിക്കുന്നില്ല. ഇന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളെ പ്രകാരം യേശുവിൻ്റെ തിരുരക്തം വിശ്വാസപൂർവ്വം നിങ്ങൾ രോഗികളായിരിക്കാം, പലവിധത്തിലുള്ള പ്രതിസന്ധികളിലായിരിക്കാം, പ്രശ്നങ്ങളിലായിരിക്കാം, പലതരത്തിലുള്ള അസമാധാനത്തിൻ്റെ അസ്വസ്ഥതയുടെ അരൂപികൾ ഉള്ളവരായിരിക്കാം. നിങ്ങൾ വിശ്വാസപൂർവ്വം ഈ തിരുരക്തം എടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ സമൂഹത്തിലെല്ലാം വലിയ അത്ഭുതത്തിൻ്റെ നിറവ് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:7 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. എല്ലാവിധ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ഓർമ്മയിൽ നിന്നും നമ്മളെ യേശുവിൻ്റെ തിരുരക്തം ശുദ്ധീകരിക്കും. വീണ്ടും നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ അല്ല, പിന്നെയോ നിങ്ങൾ യേശുവിൻ്റെ തിരുരക്തം കൊണ്ടാണ് വീണ്ടെടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. പിതാക്കന്മാരിൽ നിന്ന്, പൂർവികരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ, നമ്മൾ വീണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവിക്കണമെങ്കിൽ യേശുവിൻ്റെ തിരുരക്തം വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും വലിയ അത്ഭുതങ്ങളും വിടുതലും
മാനസാന്തരങ്ങളും പാപത്തിൻ്റെ ഓർമ്മകളെ ശുദ്ധീകരിച്ചിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ നിറവും അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കൊളോസ്സുകാർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും തന്നോട് അനുരഞ്ജനപ്പെടുത്തുകയും അവിടുന്ന് കുരിശിൽ ചിന്തിയ തിരുരക്തത്താൽ സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കുരിശിൽ ചിന്തിയ തിരുരക്തത്താൽ എല്ലാ അസമാധാനത്തിൻ്റെ അരൂപിയും കുടുംബത്തിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും, സ്ഥാപനത്തിൽ നിന്നും, കോൺഗ്രേഷനിൽ നിന്നും, നമ്മൾ എവിടെയെല്ലാം ആയിരിക്കുന്നുവോ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും അത് ദൂരെ അകറ്റും. യേശുവിൻ്റെ തിരുരക്തം എല്ലാ ശത്രുതയുടെ മതിലുകളെയും അകറ്റി ദൈവ ഐക്യത്തിലേക്ക് നമ്മളെ വീണ്ടും പ്രവേശിപ്പിക്കും. വീണ്ടും എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരിക്കൽ നിങ്ങൾ വിദൂരസ്ഥരായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവത്തിൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു എന്ന്. പാപത്തിൻ്റെ വലിയ അടിമത്തത്താൽ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യമക്കളെ യേശുവിൻ്റെ തിരുരക്തത്താൽ ദൈവ സാമീപ്യത്തിലേക്ക്, ദൈവ സായുജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 22-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: രക്തം ചിന്താതെ പാപമോചനമില്ല, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്തലിലൂടെയാണ് പാപമോചനവും വിടുതലും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമ ഗ്രന്ഥത്തിലൊക്കെ ബലികളിലെല്ലാം രക്തം ചിന്തിക്കൊണ്ടുള്ള ബലിയായിരുന്നു. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെയും പലവിധത്തിലുള്ള ദുശീലങ്ങളുടെയും പലതരത്തിലുള്ള മ്ലേച്ഛതകളുടെയും ആസക്തികളുടെയും പിടിയിലാണെങ്കിൽ യേശുവിൻ്റെ തിരുരക്തം എടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് വലിയ വിടുതൽ ലഭിക്കും. ഹെബ്രായ ലേഖനം 9:12 ഇപ്രകാരം പറയുന്നു: കാളകളുടെയോ കോലാടുകളുടെയോ രക്തത്താൽ അല്ല നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടത്, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും യേശുവിൻ്റെ തിരുരക്തം നമ്മളെ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് യോഗ്യരാക്കി തീർക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സ്വർഗീയ ദർശനങ്ങളാൽ, ആധിക്യത്താൽ, വെളിപാടുകളാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ശ്ലീഹ സ്വർഗത്തിൽ ഇപ്രകാരം ഒരു ദർശനം കാണുകയാണ്. വെളിപാട് ഗ്രന്ഥം 7-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ വെള്ള അങ്കി അണിഞ്ഞ വസ്ത്രധാരികളായിരുന്നു. ഇവരെ എവിടെ നിന്ന് വന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ആ കൂടാരത്തിൽ വസിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ വെളിപാട് ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം യേശുവിൻ്റെ തിരുരക്തം എല്ലാവിധത്തിലും നമുക്ക് സംരക്ഷണ വലയമാണ്. തിന്മയുടെ മേലെ വിജയം നൽകുന്ന ഒരു അത്ഭുത ശക്തിയാണ്. സ്വർഗം തന്നെ നമുക്ക് സമ്മാനമായി തന്നിരിക്കുന്ന ഒരു അത്ഭുത ആയുധമാണ്. ഈ ആയുധമില്ലാതെ നമ്മളെ എവിടെയെങ്കിലും പോരാടിയാൽ അവിടെ തിന്മ നമ്മളെ കടന്നു പിടിക്കും. സ്വർഗത്തെ ഇറക്കിക്കൊണ്ടുവരുവാനായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസപൂർവ്വം ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക നമ്മുടെ അവകാശമാണ്. ദൈവപുത്രരായ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തിന്മയും നമ്മളെ ആക്രമിക്കുകയില്ല. നമ്മളെ ഇപ്രകാരം നമ്മുടെ ഭൂമി അവകാശപ്പെടുത്താൻ ഇത് എൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ എന്നാ ഭൂമി പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭൂമി അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോൾ ആ പറഞ്ഞ അവകാശിക്ക്, കാരണം നമ്മുടെ ഭൂമിയാണെന്ന് നമ്മൾക്കറിയാം. ആ ഭൂമി എന്തു ചെയ്യും? നമ്മൾ പെട്ടെന്ന് അതിനെതിരെ
നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ ഇപ്രകാരമായിരിക്കും: നമ്മുടെ കയ്യിൽ ഈ സ്ഥലത്തിൻ്റെ ആധാരമുണ്ട്, ഈ സ്ഥലത്തിൻ്റെ ആധാരം കാണിച്ചും കൊടുക്കും. ഇതിൻ്റെ ഉടമസ്ഥാവകാശം കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി വന്നവർ അതിൽ നിന്ന് പതുക്കെ പിന്തിരിയും. ഇപ്രകാരം പിന്തിരിയുന്ന വ്യക്തികൾക്ക് ഒരിക്കലും തിന്മയുടെ അരൂപികൾ കടന്നു വരികയില്ല. അതാണ് 1 കൊരിന്തോസ് 6:19 പറയുന്നത്: നിങ്ങൾ യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ യേശുവിൻ്റെ തിരുരക്തം നമ്മൾക്ക് തരുന്ന എല്ലാ വിധത്തിലുള്ള അംഗീകാരങ്ങളും അവകാശങ്ങളും എടുത്തു പ്രയോഗിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യവും രോഗശാന്തിയും വിടുതലും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എല്ലാ വിധത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും പൈശാചിക ആധിപത്യത്തിൽ നിന്നും നമുക്ക് വിടുതൽ നൽകും. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 9:14 നമ്മളെ ഓർമ്മപ്പെടുത്തിയത്: നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ശുശ്രൂഷിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിങ്ങളുടെ അന്ധകരണത്തെ എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഈ വിശുദ്ധീകരിക്കുന്ന രക്തം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യേശുവിൻ്റെ തിരുരക്തം യേശു നാമത്തിൽ വിശ്വാസത്തോടെ രമ്യതയിലായിരുന്നു കൊണ്ട് വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ ഫലസിദ്ധി ഏറെയാണ്. ഈശോയുടെ തിരുരക്തം എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവജനത്തിൻ്റെ മേലും ഈ നിമിഷങ്ങളിൽ അത്ഭുതമായ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും അത്ഭുത ശക്തി ഈ നിമിഷങ്ങൾ നിറയും. ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ തിരുരക്തം ജയം, ഹല്ലേലൂയ 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 എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ തിരുരക്തം ആരുടെ എല്ലാം കുടുംബത്തിലേക്ക് കടന്നു വരുന്നുവോ, ആരുടെ എല്ലാ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നുവോ, ആരെല്ലാം വിളിച്ചപേക്ഷിക്കുന്നു അവരുടെ മേൽ ഉത്തരമായി കടന്നു വരും. വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം, വിജയം നൽകുന്ന ആ ശക്തിയായിട്ട് നമ്മളെ ഓരോരുത്തരെയും താങ്ങി നിർത്തുന്ന അഭിഷേകം, നമുക്ക് വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവും പാപവും പാപസുഖങ്ങളും പാപക്കുട്ടുകെട്ടുകളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ നിറവിനാൽ നമുക്ക് നടന്നു നീങ്ങുവാനുള്ള ഒരു അഭിഷേകം ലഭിക്കും. ഈ ഒരു അഭിഷേകത്തിനായി ദിവസവും നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. അതിനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.